ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ഇൻസ്റ്റൻറ്റ് പിക്കിളിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിലേക്ക് 3 ലെമൺ നന്നായി വൃത്തിയായി കഴുകിയതിന് ശേഷം തുടച്ച് മാറ്റി വയ്ക്കുക. ഇതിലേക്ക് 2 ക്യാരറ്റ് പീൽ ചെയ്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം 2 ടീസ്പൂൺ കല്ലുപ്പ്, അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ അതിൽ കടുക്, ഉലുവ ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. അതിൻ്റെ ഉള്ളിൽ നമ്മൾ കട്ടക്കായം കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒറ്റയടിക്ക് നമ്മൾ മിക്സ് ചെയ്ത് പൊടിച്ച് മാറ്റി വയ്ക്കണം. എന്നിട്ട് ഒരു ഫ്രൈ പാൻ എടുക്കുക. ഒരു 15 മിനിറ്റ് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് നമുക്കൊരു ഫ്രൈ പാൻ എടുത്തിട്ട് സിസമി ഓയിൽ ചേർക്കുക. ഒരു 4-5 ടീസ്പൂൺ നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം കടുകിൻ്റെ നേർപകുതി ഉലുവെടുക്കുക. നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില തന്നെ നമ്മളിതിലേക്ക് ചേർക്കുക. ഇതൊന്ന് ജസ്റ്റ് ചൂടാവുമ്പോൾ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഗോൾഡൻ നിറമാകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റാം. എന്നിട്ട് നമുക്ക് ഒരു 1/2 ബൗള് വെളുത്തുള്ളി, ഒത്തിരി ചെറുതാക്കേണ്ട ആവശ്യമില്ല, ഈ വെളുത്തുള്ളി നമുക്ക് ഇതുപോലെ തന്നെ ചേർക്കാം. എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ചൂടാക്കുന്നത് വരെ, ഒത്തിരി പച്ച നിറം മാറുന്നത് വരെ മാത്രം അത് നമുക്ക് ആ മണന്ന് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. ഒത്തിരി വഴറ്റി വറുത്ത പോലെ ആക്കി എടുക്കരുത്. എന്നിട്ട് നമുക്ക് ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അടുത്ത പൗഡറുകൾ എന്തൊക്കെയാണ്? നമുക്ക് ഈ പൊടിച്ച് വെച്ച നമ്മുടെ കടുക്, ഉലുവ, അതുപോലെ കട്ടക്കായത്തിൻ്റെ പൗഡർ നമുക്കൊരു 2 ടീസ്പൂൺ ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 4 ടീസ്പൂൺ. ഇതിലേക്ക് 2 ടീസ്പൂൺ നിങ്ങൾക്ക് ഹാഫാക്കി എടുക്കാം. മുളക് എരിവുള്ളത് എടുക്കാം, അത് എരിവില്ലാത്ത കാശ്മീരി, അതുപോലെ നിങ്ങൾക്ക് ഹാഫാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലെമണിൻ്റെ ഈ പാർട്സുകളെല്ലാം നമുക്കിതിലോട്ട് ചേർക്കാം. എന്നിട്ട് ഇതുപോലെ ഒരേ ഡയറക്ഷനിൽ വേണം തവി കൊണ്ട് നമുക്കിതുപോലെ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്, ചെറുതായിട്ട് തന്നെ വയ്ക്കുക. നാച്ചുറൽ വിനെഗർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സ്മെല്ലിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒത്തിരി ഞാൻ ചേർത്തിട്ടില്ല, ഒരു 1/4 ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുള്ളൂ. നാരങ്ങയ്ക്ക് ഓൾറെഡി പുളിയുണ്ടാവും. തിളച്ച വെള്ളം ഇതിലോട്ട് നമുക്ക് ചേർക്കാം. ഇത് മുങ്ങിക്കിടക്കുന്നത് വരെ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഒത്തിരി വെള്ളമായി പോയില്ലോ എന്ന്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഷുഗർ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടുവെള്ളത്തിൽ തന്നെ ഇത് നന്നായി മെൽറ്റാവും പെട്ടെന്ന്. ഞാൻ കുറച്ച് കടുക്, ഉലുവ, കട്ടക്കായം, ഈ പൊടിച്ച് വെച്ച മിക്സ് ഒരു 1.5 ടീസ്പൂൺ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് അവസാനം നമുക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഈ ഗ്രേവിയൊക്കെ വറ്റി നമുക്ക് നല്ല തിക്കായിട്ട് തന്നെ ഈ പിക്കിൾ കിട്ടും. ഇതൊരു 1 മന്ത് നമുക്ക് പുറത്ത് തന്നെ വയ്ക്കാം, ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവസാനം ഞാൻ ഈ കടുക്, ഉലുവയുടെ ഈ മിക്സ് നമ്മൾ ചേർത്തു. അതുപോലെ അച്ചാർ വെക്കുന്ന എല്ലാ കണ്ടെയ്നറും ഇതുപോലെ അടപ്പ് നമ്മൾ ഈ നല്ലെണ്ണ വെച്ച് ജസ്റ്റ് ഒന്ന് തുടച്ച് മാറ്റി വയ്ക്കുക. അതുപോലെ ഈ അച്ചാറിൻ്റെ കുപ്പിയുടെ ഭാഗവും ഇതുപോലെ ചെയ്ത് വെച്ചാൽ അച്ചാർ കേടാവില്ല. അപ്പോൾ താങ്ക് യു.